നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നോണം ആഘോഷിച്ച് മലയാളികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. നാടും നഗരവും ഓണാഘോഷത്തിമിർപ്പ്. മറ്റത്തൂരിൽ ഇക്കുറി പച്ചക്കറി ഉൽപാദനത്തിൽ വൻഇടിവ്. തുടർച്ചയായ മഴ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചതും കർഷകർ ഇത്തവണ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നതുമാണ് പച്ചക്കറി ഉൽപാദനത്തിന്റെ ഇടിവിന് കാരണം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്നദാനവും നബിദിന ഘോഷയാത്രകളും നടന്നു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് DIG ഓഫീസിനു മുന്നിൽ പ്രതീകാത്മക കൊലച്ചോർ സമരം നടത്തി യൂത്ത് കോൺഗ്രസ്. മർദ്ദിച്ച പോലീസുകാർ കാക്കി ധരിച്ച് വീടിന് പുറത്തിറങ്ങില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് DGP. കോടശ്ശേരി മാരാങ്കോടുള്ള വനംവകുപ്പ് ഭൂമിയിൽ കുടിൽകെട്ടി താമസം തുടങ്ങി. മലക്കപ്പാറ വീരാൻകുടി ഉന്നതിയിൽ നിന്നുള്ള 7 ആദിവാസി കുടുംബങ്ങളാണ് താമസം തുടങ്ങിയത്. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഹെഡ് ഓഫീസിനു മുന്നിൽ BJP പ്രവർത്തകർ പട്ടിണി സമരം നടത്തി. ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. പാവർട്ടി പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനിലുള്ള ദുർഗന്ധം മൂലം ആളുകൾ ദുരിതത്തിൽ. പഞ്ചായത്തിലും ആരോഗ്യ വകുപ്പിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന ആക്ഷേപം. വാർത്തകളിലേക്ക് വിശദമായി. പൂക്കളവും ഓണക്കോടിയും വിഭവസമൃദ്ധമായ സദ്യവട്ടങ്ങളും ഒരുക്കി മലയാളികൾ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിറവിൽ തിരുവോണം ആഘോഷിച്ചു. മലയാളികളുടെ ഗൃഹാതുരമായ ഒരു ഓർമ്മ കൂടിയാണ് തിരുവോണം. കാർഷിക സമൃദ്ധിയുടെയും നിറവിന്റെയും നാളുകളാണ് മലയാളികൾക്ക് ഓരോ ഓണക്കാലവും. തുമ്പയും തുളസിയും മുക്കുറ്റിയുമൊക്കെ നിറഞ്ഞ തൊടികളും വീട്ടുമുറ്റങ്ങളും ഏറെക്കുറെ അന്യമായെങ്കിലും മാർക്കറ്റിൽ നിന്ന് പൂ വാങ്ങിച്ച് പൂക്കളമൊരുക്കിയും ഒത്തൊരുമിച്ചും മലയാളികൾ ഓണത്തെ ചേർത്ത് പിടിക്കുന്നത് പതിവാണ്. നാടും നഗരവും ഓണാഘോഷ തിമിർപ്പിലാണ്. ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തൃശൂർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. വടക്കുംനാഥന്റെയും പുലിക്കളിയുടെയും വർണ്ണപ്പൂക്കളമാണ് വടക്കുംനാഥ ക്ഷേത്ര നഗരിയിൽ ഒരുക്കിയത്. തിരുവോണനാളിൽ കണ്ണനെ കൺകുളിർക്കെ കാണാനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. ഗുരുവായൂരപ്പന് ഓണക്കോടി സമർപ്പിച്ച് ഭക്തർ ആത്മസായുജ്യമണഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെ നിർമാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ക്ഷേത്ര പരിസരം ഭക്തരെ കൊണ്ട് നിറഞ്ഞു. തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വം പ്രത്യേക വരി സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ഓണനാളുകളിൽ 1 മണിക്കൂർ അധികം ദർശനം ലഭിക്കുന്നതിനായുള്ള സൗകര്യം ഒരുക്കിയത് ഭക്തർക്ക് അനുഗ്രഹമായി. വൈകിട്ട് 1 മണിക്കൂർ നേരത്തെ നട തുറന്ന് ദർശനം നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. VIP ദർശനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. തിരുവോണ ദിനത്തിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും പ്രത്യേകതയായി. പുലർച്ചെ 4:30-ക്കാണ് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം തുടങ്ങിയത്. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പണത്തിൽ പങ്കാളികളായി. 10,000 പേർക്കുള്ള തിരുവോണ സദ്യയാണ് ദേവസ്വം ഒരുക്കിയിരുന്നത്. അന്നലക്ഷ്മി ഹാളിലും ഇതിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലുമായി 9 മണിയോടെ സദ്യ ആരംഭിച്ചു. കാളൻ, ഓലൻ, പപ്പടം, കൂട്ടുകറി, പഴംപ്രഥമൻ, മോര്, കായവറവ്, അച്ചാർ, പുളിഞ്ചി എന്നീ വിഭവങ്ങളാണ് സദ്യയിൽ നൽകിയത്. ഉത്രാടം നാളിൽ കണ്ണന് കാഴ്ചക്കുലയായി ലഭിച്ച നേന്ത്രപ്പഴം ഉപയോഗിച്ചാണ് പഴപ്രഥമൻ തയ്യാറാക്കിയത്. കാണിക്കപ്പഴം കൊണ്ടുള്ള നുറുക്കും പഴപ്രഥമനും ഭഗവാന് നിവേദിച്ചു. 24 ലക്ഷം രൂപയാണ് ഓണാഘോഷ ചടങ്ങിന് വേണ്ടി ദേവസ്വം നീക്കിവെച്ചത്. TCV ന്യൂസ്, ഗുരുവായൂർ. ഓണാഘോഷത്തിന്റെ ഭാഗമായി തൃപ്രയാർ കനോലി കനാലിൽ ജലോത്സവം സംഘടിപ്പിച്ചു. മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. CC മുകുന്ദൻ MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ശശിധരൻ, KC പ്രസാദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശുഭ സുരേഷ്, MR ദിനേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജലോത്സവ പ്രേമികളെ നിരാശരാകാതെ മനോഹരമായിട്ട് തുളകളെറിഞ്ഞുകൊണ്ട് വടക്കുംപുറവും ജിബി തട്ടകനും മയിൽപീടിയും ഒപ്പം നമ്മുടെ ഹനുമാൻ തട്ടും അങ്ങനെ നല്ല സുന്ദരമായ തുളകളെറിഞ്ഞുകൊണ്ട് നമുക്കൊക്കെ സന്തോഷം പകർന്നുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ആവേശത്തിലായിക്കൊണ്ട് രണ്ട് ജനകാലങ്ങളോ
ഓണക്കാലത്ത് ടൺ കണക്കിന് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് വിറ്റഴിക്കാറുള്ള മറ്റത്തൂരിൽ ഇക്കുറി പച്ചക്കറി ഉൽപ്പാദനത്തിൽ വൻഇടിവ്. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിനു കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിയുടെ കോടാലിയിലുള്ള സ്വാശ്രയ കർഷക ചന്ത വഴി കഴിഞ്ഞ ഓണക്കാലത്ത് വിറ്റഴിച്ചത് 40 ടണ്ണോളം പച്ചക്കറിയായിരുന്നെങ്കിൽ ഇത്തവണ ഓണ സീസണിൽ ഇതുവരെ വിറ്റഴിച്ചത് 9 ടണ്ണിൽ താഴെ മാത്രമാണെന്ന് മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് CK പീതാംബരൻ പറഞ്ഞു. നമുക്ക് ഇത്തവണ പച്ചക്കറിയുടെ വിപണനത്തിൽ പറഞ്ഞാൽ ശരിക്ക് ഒന്നും ഉൽപ്പാദനത്തിൽ ഉണ്ടായിട്ടില്ല. ആകെ ഒരു 8 ടൺ പച്ചക്കറിയാണ് നമ്മുടെ ഈ ഓണ സീസണായിട്ട് നമ്മുടെ സമുദ്രത്തിൽ വന്നത്. കഴിഞ്ഞ വർഷം 40 ടൺ ഉണ്ടായവർക്ക് വെറും 8 ടണ്ണായിട്ട് മാറി. അപ്പം 32 ടണ്ണിൻ്റെ ഷോർട്ടാണ് ഇവിടെ വന്നിട്ടുണ്ട്. ഉള്ള പച്ചക്കറി പിന്നെ നമ്മൾ കുറപ്പ് വഴി തൃശ്ശൂർ DCP വഴി നമ്മൾ കയറ്റി കൊണ്ടുപോയി. അത് വളരെ ഒരു ജനങ്ങൾക്ക് കർഷകർക്കൊരു ഓണവിപണി ലക്ഷ്യമാക്കി ഏക്കർ കണക്കിന് സ്ഥലത്ത് മത്തൻ, കുമ്പളം, വെള്ളരി തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ കൃഷി ചെയ്യാറുള്ള കർഷകർ പ്രതികൂല കാലാവസ്ഥയും ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിയാതെ കെട്ടിക്കിടക്കാൻ ഇടയാകാറുള്ള സാഹചര്യവും കണക്കിലെടുത്ത് കൃഷിയിൽ നിന്ന് മാറി നിന്നതുമാണ് മലയോരത്തെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഗണ്യമായ ഇടിവുണ്ടാക്കിയത്. ചെറുകിട കർഷകർ കൃഷി ചെയ്ത പച്ചക്കറി മഴക്കെടുതിയിൽ നശിച്ചുപോയതും ഓണസമയത്ത് വിളവെടുപ്പിന് പാകമാകാതിരുന്നതും ഉൽപ്പാദനത്തെ ബാധിച്ചു. മലയോര മേഖലയിൽ തുടർച്ചയായി അനുഭവപ്പെടുന്ന കാട്ടാന, മയിൽ, മാൻ തുടങ്ങിയവയുടെ ശല്യവും പച്ചക്കറി കൃഷിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചു. മുൻവർഷങ്ങളിൽ മറ്റത്തൂരിൽ വിളയിച്ച ടൺ കണക്കിന് പച്ചക്കറിയാണ് ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഔട്ട്ലെറ്റുകളിലേക്ക് എത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലേക്കാണ് ഇവിടെ നിന്ന് കൂടുതൽ പച്ചക്കറി പോയിരുന്നത്. ഇതിൽ തന്നെ മത്തങ്ങ, കുമ്പളങ്ങ, പയർ എന്നീ ഇനങ്ങളായിരുന്നു കൂടുതലായി കൊണ്ടുപോയിരുന്നത്. ഉൽപാദനം കൂടുന്നതിനനുസൃതമായി വിപണിയിൽ നിന്ന് ഡിമാൻഡ് ഇല്ലാതെ വന്നതിനാൽ മുൻ വർഷങ്ങളിൽ ഉൽപ്പന്നങ്ങൾ മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിൽ കെട്ടിക്കിടന്ന് നശിച്ചുപോയ സാഹചര്യവും കർഷകർക്ക് നേരിടേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5 കോടി രൂപയിലേറെ വിറ്റുവരവ് നേടി ജില്ലയിൽ ഒന്നാമതെത്തിയ VFPCK സമിതിയാണ് മറ്റത്തൂരിലേത്. TCV ന്യൂസ്, കൊടകര. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ നബിദിനം ആഘോഷിച്ചു. മഹല്ലുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് നബിദിന റാലികൾ നടന്നു. നബി ജീവിതത്തിലൂടെ പകർന്നു നൽകിയ പങ്കുവയ്ക്കലിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും മാതൃകയിൽ വിവിധയിടങ്ങളിൽ അന്നദാനം നടന്നു. പ്രവാചക കീർത്തനങ്ങളായ മൗലീദ് സദസ്സുകളും നബിദിന സന്ദേശ പ്രഭാഷണങ്ങളും ഉണ്ടായിരുന്നു. ജില്ലയിലുടനീളം നബിദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് നടന്നത്. മദ്രസകൾ കേന്ദ്രീകരിച്ച് പതാക ഉയർത്തലും നബിദിന റാലിയും നടന്നു. ദഫ്മുട്ട്, അറബനമുട്ട്, കോൽക്കളി, മദ്ഹ് ഗാനങ്ങൾ എന്നിവ നബിദിന റാലിക്ക് കൊഴുപ്പേകി. കയ്പമംഗലത്ത് വിവിധ പരിപാടികളോടെ നബിദിനം ആഘോഷിച്ചു. മൗലീദ് പാരായണം, പതാക ഉയർത്തൽ, ഘോഷയാത്ര, അന്നദാനം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ചെളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മസ്ജിദ്, മദ്രസ ആൻഡ് മിലാദ് കമ്മിറ്റി സംയുക്തമായി സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ ഉസ്മാൻ സക്കാഫി അൽ അർസദി മഖാം സിയാറത്തിന് നേതൃത്വം നൽകി. മഹല്ല് ഖത്തീബ് അബൂബക്കർ സഅദി പതാക ഉയർത്തി. മഹല്ല് പ്രസിഡന്റ് PMA ഹക്കീം ഉദ്ഘാടനം ചെയ്തു. കാക്കാത്തിരുത്തി ബദർ പള്ളി മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയും ഇസ്ലത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിൽ മഹല്ല് ഖത്തീബ് മുഹമ്മദ് സജീർ ഫൈസി മൗലിദ് പാരായണത്തിന് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് PA അബ്ദുള്ള പതാക ഉയർത്തി. നബിദിന റാലിയിൽ മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും അണിനിരുന്നു. ചന്ദ്രാപിന്നി നൂറുൽ ഹുദ മസ്ജിദ് ആൻഡ് മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നബിദിനാഘോഷത്തിൽ മസ്ജിദ് പ്രസിഡന്റ് PA ഇബ്രാഹിം കുട്ടി ഹാജി പതാക ഉയർത്തി. മുഹമ്മദ് റാഷിദ് സന്ദേശം നൽകി. ചലിച്ചില്ല ഈമാനും വീണ്ടും ഉറപ്പിച്ചു മൊഴിഞ്ഞല്ല അഹദെന്ന് പാടി ബിലാലെന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല് കടിളകും.
കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോബോ നന്ദിര ടി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പോ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. ലക്ഷ്മിക്കുട്ടി, ഇതെന്നെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടു താഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. വീണ്ടും വാർത്തകളിലേക്ക്. പന്നിത്തടം മഹല്ല് സ്വാഗത സംഘം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും കലാപരിപാടികളും സംഘടിപ്പിച്ചു. മഹല്ലിന് കീഴിലുള്ള വിവിധ മദ്രസ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നബിദിന ആഘോഷം സംഘടിപ്പിച്ചത്. പന്നിത്തടം ജുമാ മസ്ജിദിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. ദഫ്, സ്കൗട്ട് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. വിവിധ സംഘടനകൾ റാലിയെ സ്വീകരിച്ച് മധുരം വിതരണം ചെയ്തു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് സ്വാലിഖ് അൻവരി ചേകന്നൂർ നബിദിന റാലി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ സിംല ഹസൻ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ അബൂബക്കർ പുരളിയിൽ, ജനറൽ കൺവീനർ മുഹമ്മദ് അലി ലത്തീഫി, വർക്കിംഗ് കൺവീനർ SP ഉമർ മുസ്ലിയാർ, കോർഡിനേറ്റർ VS അബൂബക്കർ, റാലി കൺവീനർ സത്താർ നീണ്ടൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ടൗൺ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മൗലിദ് പാരായണത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും മഹല്ല് ഖത്തീബ് ശിഹാബ് സാഅദി നേതൃത്വം നൽകി. മദ്രസ വിദ്യാർത്ഥികളുടെ റാലിയും നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ജാതിമത ഭേദമന്യേ 2000-ഓളം പേർക്കാണ് ഭക്ഷണം വിതരണം ചെയ്തത്. പ്രസിഡന്റ് RK ഫൈസൽ, ജനറൽ സെക്രട്ടറി അൻവർ വലിയകത്ത്, KPA റഷീദ്, സുബൈർ വലിയകത്ത്, PM ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ തൈക്കാട് ബിദായത്തുൽ ഹിദായ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു. മൗലീദ് പാരായണത്തിന് ശേഷം പ്രസിഡന്റ് PB സലാം പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് അബ്ദുൽ ഖാദർ ദാരിമി കൂട്ടപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മദ്രസ വിദ്യാർത്ഥികളുടെ റാലിയും നേർച്ച ഭക്ഷണ വിതരണവും നടന്നു. സെക്രട്ടറി ഷാഫിർ അലി മുഹമ്മദ്, MK റഷീദ്, PA അഷ്റഫ്, RV റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. എരുമപ്പെട്ടി മദ്രസത്തു നുറാനിയയിൽ മഹല്ല് പ്രസിഡന്റ് KA അബ്ബാസ് പതാക ഉയർത്തി. ത്വാഹ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് മുഹസിൻ ഹാഷിമി പ്രാർത്ഥന ചൊല്ലി. മഹല്ല് ഖത്തീബ് അത്വീഖുർ റഹ്മാൻ ബാഖഫി റാലി ഉദ്ഘാടനം ചെയ്തു. ദഫ്, സ്കൗട്ട് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം മസ്ജിദിൽ റാലിക്ക് സ്വീകരണം നൽകി. ഖത്തീബ് മുഹമ്മദ് ഷരീഫ് സുഹരി നന്മാറ, പ്രസിഡന്റ് KP ഷൗക്കത്ത് അലി, സെക്രട്ടറി KV ഹൈദർ തുടങ്ങി കമ്മിറ്റി ഭാരവാഹികൾ സ്വീകരണത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി മുഹയുദ്ദീൻ ജുമാ മസ്ജിദിൽ നേർച്ച ഭക്ഷണ വിതരണം നടന്നു. മഹല്ല് സെക്രട്ടറി MM നിഷാദ്, ഭാരവാഹികളായ കബീർ മിലാനോ, MM ഇലിയാസ്, PS ഷാക്കിർ, സദർ മുഹമ്മദ് കുഞ്ഞി, അസിസ്റ്റന്റ് മുഹമ്മദ് ഖാക്കിഫി തുടങ്ങിയവർ നേതൃത്വം നൽകി.
കൊടുങ്ങല്ലൂർ ചേരമാൻ മഹലിൽ മീലാദ് ആഘോഷങ്ങൾ നടന്നു. ദഫ് സ്കൗട്ട് അകമ്പടിയോടെ മഹലിലെ 8 മദ്രസകളിലെ വിദ്യാർത്ഥികളും മഹല്ല് നിവാസികളും നബിദിന റാലിയിൽ അണിനിരന്നു. ചേരമാൻ മസ്ജിദ് അങ്കണത്തിൽ മഹല്ല് പ്രസിഡന്റ് NA റഫീഖ് പതാക ഉയർത്തി. മഹല്ല് സെക്രട്ടറി ഇബ്രാഹിം, ട്രഷറർ ഹൈദരലി, മഹല്ല് ഇമാമുമാരായ ഡോക്ടർ മുഹമ്മദ് സലീം നദവി, അബ്ദുൽ അസീസ് നിസാമി, മുദ്രിസ് ഹിഷാം ആദിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് വെള്ളത്തേരി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീഫ് ലത്തീഫ് ബാക്കവി റാലി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് KA ജമാൽ ഹാജി അധ്യക്ഷനായി. ദഫ് സ്കൗട്ട് സംഘങ്ങൾ റാലിക്ക് അകമ്പടിയേകി. മഹല്ല് സെക്രട്ടറി ജനറൽ KV ജംഷിദ്, സെക്രട്ടറിമാരായ AM താഹിർ, ഫരീദ് ഹാജി, വൈസ് പ്രസിഡന്റുമാരായ അക്ബർ അലി, AA ഹസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തിക്കാട് ജുമാ മസ്ജിദിൽ നബിദിന ആഘോഷത്തിന് തുടക്കമായി. ശനിയാഴ്ച നബിദിന ഘോഷയാത്രയും തുടർന്ന് മൗലീദ് പാരായണവും അന്നദാനവും നടക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ 6 വരെ മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറും. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. കസ്റ്റഡി മർദ്ദനം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ കടുത്ത നടപടിയുണ്ടാകും. ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ കർശന പരിശോധന നടത്തും. വീഴ്ച വന്നാൽ കടുത്ത നടപടിയെടുക്കുമെന്നും DGP പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നല്ല സമീപനമുണ്ടാകണം. മൃദുഭാവേ ദൃഢകൃത്യേ എന്ന ആപ്തവാക്യം സൂക്ഷിക്കണമെന്നും DGP വ്യക്തമാക്കി. തിരുവോണ ദിനത്തിൽ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. തൃശൂർ DIG ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക കൊലച്ചോറ് സമരം നടത്തിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു വേറിട്ട സമരം. വിഷയത്തിൽ കുറ്റാരോപിതരായ 4 പോലീസുകാരുടെ മുഖംമൂടിയും വേഷവും ധരിച്ചെത്തിയ പ്രവർത്തകരെ പ്രതീകാത്മകമായി ചാട്ടവാറിനടിച്ചും തുടർന്ന് അപായ സൂചനാ ബോർഡ് നിരത്തി കൊലച്ചോറ് ഉണ്ണിച്ചുമായിരുന്നു പ്രതിഷേധം. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ DIG ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡുകൾ നിരത്തി തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. മണിക്കൂറുകൾ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന് ഇതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഇത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരുടെ പ്രശ്നമാണോ? നിങ്ങൾ പറയണം, നിങ്ങൾ പ്രതികരിക്കണം. ഞങ്ങൾ പറയുന്നു, വളരെ കൃത്യതയോടെ വ്യക്തതയോടെ പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ആഭ്യന്തര മന്ത്രിയുടെ പിന്തുണ കിട്ടാമെന്ന് നുമാനോ, സുജിത്തോ, ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആ 4 പോലീസ് സേവന്മാരുണ്ടല്ലോ, അവർ തീരുമാനിച്ചാൽ ഒരു തർക്കവുമില്ല. കേരളത്തിലെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ നിയമ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടും സർവീസിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, അവർ ചെയ്ത ദ്രോഹത്തിന് ഈ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുന്നവരെ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഈ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകും. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് C പ്രമോദ്, അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ജോഫിൻ ജോഷി, ഷെറിൻ തേവർമഠം തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർന്നും അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന്
യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി. പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് സ്ഥലത്ത് വിന്യസിപ്പിച്ചിരുന്നത്. TCV തൃശൂർ. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാർ കാക്കി ധരിച്ച് വീടിന് പുറത്തിറങ്ങില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കസ്റ്റഡി മർദ്ദനത്തിനിരയായ VS സുജിത്തിനെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുവരെ ഇല്ലാത്ത സമരം കേരളം കാണും. സർക്കാരിന്റെ നടപടി കാത്തിരിക്കുകയാണ്. സമരത്തിന്റെ രൂപം മാറ്റുമെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ ആരെങ്കിലും വെല്ലുവിളിക്കാറുമില്ല, ഇങ്ങനെ പറയാറുമില്ല, ഇങ്ങനെ ചെയ്യുന്ന ആളല്ല ഞങ്ങൾ. ഇത് സഹി എടുത്തിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാക്കി വേഷം ധരിച്ച് ജോലി ചെയ്യില്ല, ഇത്രയുള്ളൂ. അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവർ കരുതണ്ട. കാക്കി വേഷം ധരിച്ച് അവർ ജോലി ചെയ്യില്ല, ഒരു കാലവശം ചെയ്യില്ല. ഞങ്ങൾ ജയിലിൽ പോയാലും, ഞങ്ങളല്ല ഞാനടക്കമുള്ള ഞങ്ങൾ ഈ കാര്യത്തിന്റെ പുറത്ത് ജയിലിൽ പോയാലും അത് നടക്കില്ല. ഈ കോടതി ഞങ്ങൾ തയ്യാറായി. ഈ കാര്യത്തിൽ എന്ത് വൃത്തികേട് ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ളത് അത് ഇതോടുകൂടി അവസാനിക്കണം. അതോടുകൂടി ഈ മോനായിരിക്കണം അവസാനത്തെ ഇര. ഇനി ഒരു ഇര ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ എത്ര വലിയ കൊലപാതകികൾ, ക്രിമിനലുകൾ, ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. അവരോടൊന്നുമില്ല പോലീസിന്. കേരളത്തിൽ ഇനി ഒരു കുഞ്ഞിനും ഇതുപോലത്തെ ഒരു ചെറുപ്പക്കാരൻ എന്തിന്റെ ക്രിമിനൽ കുറ്റം ചെയ്തോ, കൊലക്കുറ്റം ചെയ്തോ, ഡ്രഗ് അബ്യൂസ് ചെയ്തോ, എന്തിനാണ് ഒരു ക്ലബിൽ വന്ന് സഹപ്രവർത്തകരെ ചീത്ത വിളിച്ചപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ്, ക്ലബിന്റെ മണ്ഡലം പ്രസിഡന്റാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഷർട്ട് വലിച്ചു കീറി ജീപ്പിൽ കൊണ്ടുപോയി, ജീപ്പിൽ വെച്ചും സ്റ്റേഷനകത്ത് വെച്ചും നമ്മൾ കാണുക, ക്യാമറയുടെ മുമ്പിൽ വെച്ചും ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചും ക്രൂരം. അതുകൊണ്ട് എന്താണ് നമ്മുടെ മനസ്സിൽ ഒരു ഫീലിംഗ്, നമ്മുടെ മനസ്സിൽ ഇത് കണ്ടപ്പോഴുണ്ടായത്, അതനുസരിച്ചുള്ള ആനുപാതികമായ പ്രതികരണം ഉണ്ടാവും. അതിനകത്ത് ഒരു തർക്കം ഉണ്ടാവില്ല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. നാലോണ നാളിൽ തൃശൂരിൽ പുലിയിറക്കം. പുലിമടകളിലെ പുലിയൊരുക്കം മുതൽ മുഴുവൻ ചടങ്ങുകളും TCVയിൽ തത്സമയം. സെപ്റ്റംബർ 8 രാവിലെ 9 മുതൽ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. മലക്കപ്പാറ വീരാൻകുടി ഉന്നതിയിൽ നിന്നുള്ള 7 ആദിവാസി കുടുംബങ്ങൾ കോടശ്ശേരി മാരാങ്കോടുള്ള വനംവകുപ്പ് ഭൂമിയിൽ കുടിൽകെട്ടി താമസം തുടങ്ങി. നിരവധി കുടുംബങ്ങൾ ഇനിയും ഇവിടെ എത്തി താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ആദിവാസി ക്ഷേമസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന വീരാൻകുടി, അരേക്കാപ്പ് എന്നിവിടങ്ങളിലെ കുടുംബങ്ങളെ മാരാങ്കോട് വനഭൂമിയിൽ പുനരധിവസിപ്പിക്കുന്നതിന് ജില്ലാ കളക്ടർ നേരത്തെ അനുമതി നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇവിടെ താമസത്തിനെത്തിയ കുടുംബങ്ങളെ 2 മാസം മുൻപ് ചാലക്കുടി DFO തിരിച്ചയച്ചിരുന്നു. ഇതേ തുടർന്നാണ് AKS ജില്ലാ പ്രസിഡന്റ് വിജയലക്ഷ്മി, സംസ്ഥാന സമിതി അംഗം തിലകമണി എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവോണ ദിനത്തിൽ ആദിവാസികൾ മാരാങ്കോടെത്തി കുടിൽ കെട്ടിയത്. അവർക്ക് നമ്മുടെ സർക്കാരിന്റെ ഈ സർക്കാർ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ ഇവിടെ ആരും പ്രശ്നം ഉണ്ടാക്കാൻ വരുമോ ഒന്നും ചെയ്തില്ല. അത് പാർട്ടിയുടെ പിന്തുണയും നമ്മുടെ സർക്കാരിന്റെ സപ്പോർട്ടാണ്. സർക്കാർ എടുത്ത തീരുമാനം, അതിന് പാർട്ടി ഐക്യകണ്ഠേന എല്ലാവരും നമുക്ക് സപ്പോർട്ട് ആയതുകൊണ്ടാണ് നമുക്കിന്ന് ഈ നിലയിൽ സന്തോഷമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. BJP ഇരിങ്ങാലക്കുട ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ പട്ടിണി സമരം നടത്തി. റിസർവ് ബാങ്ക് നടപടി നേരിട്ട സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം.
BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. BJP ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് ലിഷോൺ കാട്ട്ല അധ്യക്ഷത വഹിച്ചു. കൃപേഷ് ചെമ്മണ്ട, സന്തോഷ് ബോബൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള ദുർഗന്ധം മൂലം ആളുകൾ ദുരിതത്തിൽ. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവരും ജീവനക്കാരും ഓട്ടോ ടാക്സി ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ളവർ ദുർഗന്ധം മൂലം വലയുകയാണ്. സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ ശുചിമുറി ആവശ്യങ്ങൾക്കായി മറ്റു സ്ഥാപനങ്ങളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. കംഫർട്ട് സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീരസംഘം ഓഫീസ് ജീവനക്കാരി സിന്ധു സുഗു നിരവധി തവണ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയിട്ടും കാര്യമായ നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു. ജോലിക്ക് വരുമ്പോൾ നമുക്ക് ദുർഗന്ധം കൊണ്ട് ഈ കംഫർട്ട് സ്റ്റേഷൻ ദുർഗന്ധം കൊണ്ട് കൂടി ജോലി ചെയ്യാറില്ല, പറ്റുന്നില്ല. പിന്നെ പാല് വാങ്ങിക്കാൻ വന്ന ആളുകളും ഈ മണം കൂട്ടി പാല് മേടിക്കാൻ അവർ ഒരു അപകടനെ പോലെ കാണിക്കാൻ സ്മെല്ലെടുക്കും. പഞ്ചായത്തിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കംഫർട്ട് സ്റ്റേഷനിൽ കൂട്ടിയിട്ട നിലയിലാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളും കംഫർട്ട് സ്റ്റേഷനിലെത്തുന്ന ആളുകളും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് മാലിന്യങ്ങൾ വഴിയിൽ തള്ളിയിരിക്കുകയാണ്. ഇതിനെതിരെ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും നടപടികൾ എടുക്കുന്നില്ലെന്നും വ്യാപകമായ ആരോപണം ഉയരുന്നുണ്ട്. TCV ന്യൂസ്, പാവറട്ടി. അധ്യാപക ദിനത്തിൽ സ്കൂൾ പഠനകാലത്തെ ഓർമ്മകളിലാണ് പഴഞ്ഞി മൂലേപ്പാട്ട് സ്വദേശികളായ ജോബൂട്ടി, മേരി രാജി ദമ്പതികൾ. പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഇവർ അധ്യാപകരായി സേവനമനുഷ്ഠിച്ചത്. പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ 3 പതിറ്റാണ്ട് നിറഞ്ഞുനിന്ന ഓർമ്മകളുടെ ക്ലാസ് മുറികളിലാണ് ജോബൂട്ടിയും മേരി രാജിയും. വിദ്യാർത്ഥികളായി ഒരേ സ്കൂളിൽ പഠിച്ച ഇവർ പിന്നീട് ജീവിത പങ്കാളികളായി മാറി. അതേ സ്കൂളിൽ തന്നെ ഇരുവരും അധ്യാപകരെ സേവനമനുഷ്ഠിച്ചതും അപൂർവതയായി. 1976 പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ ബയോളജി അധ്യാപകനായി ജോബൂട്ടി ജോലിയിൽ പ്രവേശിക്കുന്നത്. 31 വർഷത്തെ സേവനത്തിനു ശേഷം 2007 വിരമിച്ചു. മക്കളെക്കാൾ കൂടുതൽ പൂർവ്വ വിദ്യാർത്ഥികളെ ഞങ്ങൾ തന്നെ പോഷിപ്പിച്ച് കൊണ്ടാക്കണം എല്ലാ കാര്യത്തിനും. ഇനിയിപ്പോൾ പിള്ളേരില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും എത്തിക്കണതും ഒക്കെ അവരെ വിളിച്ച് പറഞ്ഞാൽ മതി, എല്ലാം എത്തിച്ചേരുള്ളൂ. ഒരു കാര്യത്തിന് എനിക്ക് ഇവിടുന്ന് ഇറങ്ങണ്ട. വലിയ സന്തോഷമായിരുന്നു. അവരെ പറയാനാണ് 100 നാവ് എന്ന് പറയില്ലേ. 1981 കണക്കധ്യാപികയായി മേരി രാജിയും പെങ്ങാമുക്ക് സ്കൂളിലെത്തി. 34 വർഷം കുട്ടികൾക്ക് വിദ്യ പകർന്നു നൽകിയ ടീച്ചർ 2015 വിരമിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് നഗറിലെ വീട്ടിൽ പൂന്തോട്ട പരിപാലനവുമായി ഇരുവരും വിശ്രമ ജീവിതത്തിന് നിറം പകരുന്നു. സുദീർഘമായ അധ്യാപക ജീവിതത്തിന്റെ സമ്പാദ്യമായി കിട്ടിയ 100 കണക്കിന് ശിഷ്യർ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ തേടി ഇപ്പോഴും എത്തുന്നു. ആ സ്നേഹസ്മരണകൾ തന്നെയാണ് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ജോബൂട്ടി മാഷിനും മേരി രാജി ടീച്ചർക്കും കരുത്തു പകരുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. കഴിഞ്ഞ 3 വർഷത്തിലധികമായി കൊടുങ്ങല്ലൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന കരുതൽ കൂട്ടായ്മ നഗരത്തിൽ തിരുവോണ സദ്യ ഒരുക്കി. VR സുനിൽകുമാർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA, വിക്രംജി തിരുവള്ളൂർ, ജോർജ് തൈപ്പറമ്പിൽ, സുധീർ മംഗലത്ത്, ഷാജി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈപിടിച്ച് നടത്താൻ അച്ഛനമ്മമാർ ഇല്ലാത്ത പിഞ്ചു ബാല്യങ്ങൾ, കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയ വയോജനങ്ങൾ തുടങ്ങിയവർക്ക് കഴിഞ്ഞ 25 വർഷമായി അവരുടെ അവധിക്കാലം കളറാക്കുകയാണ് സാൻഡി ഡേവിസ്. ഇത്തവണ ഒഴിവുകാലത്ത് ഓർഫനേജുകളിൽ നിന്നും വീടുകളിലേക്ക് ആരും കൊണ്ടുപോകാനില്ലാതെ വീൽചെയറിന്റെ ലോകത്ത് ഒറ്റപ്പെട്ടു പോയവർക്കാണ് വിനോദയാത്രയൊരുക്കിയത്. പറപ്പൂർ സ്വദേശിയും അധ്യാപകനുമായ ചിറ്റിലപ്പള്ളി വീട്ടിൽ സാൻഡി ഡേവിഡും ഭാര്യ ലിജിയും കഴിഞ്ഞ 25 വർഷമായി ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ സജീവമാണ്. എല്ലാ വർഷവും ഇവരുടെ 1 മാസത്തെ ശമ്പളം മാറ്റിവെച്ചാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചിരുന്നത്. ഇത്തവണ ഇവരുടെ 25ാമത്തെ വിവാഹ വാർഷിക ദിനത്തിലാണ് വീൽ ചെയറിൽ കഴിയുന്നവരുമായി ഓണം വിനോദയാത്ര സംഘടിപ്പിച്ചത്. അത്താണി പെരിങ്ങണ്ടൂർ പീസ് ഹോമിലെ വീൽ ചെയറിൽ കഴിയുന്ന 30 പേരുമായാണ് ഇവർ ഓണം വിനോദയാത്ര നടത്തിയത്. 14 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർ വിനോദയാത്രയിൽ പങ്കെടുത്തു. ചെട്ടിക്കാട് പള്ളി, ചെറായി ബീച്ച്, അഴീക്കോട് സെന്റ് തോമസ് തീർത്ഥകേന്ദ്രം, വല്ലാർപ്പാടം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് സാൻഡിയുടെ നേതൃത്വത്തിലുള്ള വിനോദയാത്രാ സംഘം എത്തിയത്. ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഇവർക്കായി ഒരുക്കിയിരുന്നു. ഡോക്ടർ ബെന്നി ജോസഫ്, ഫാദർ ജോൺസൺ അന്തിക്കാട്, ഫാദർ ജോൺസൺ ചാലിശ്ശേരി, ഫാദർ അനീഷ്, ജെയിംസ് ചിറ്റിലപ്പള്ളി, മദർ സുപ്പീരിയർ ആലീസ്, സിസ്റ്റർ ഷീല, സിസ്റ്റർ എൽസി തുടങ്ങിയവരും
വിനോദയാത്രയിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ വിദ്യാർത്ഥിദായിനി സഭ 8.5 ഏക്കറോളം സ്ഥലത്ത് തെങ്ങിൻ തൈ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ചു. തിരുവോണ നാളിൽ നടന്ന ചടങ്ങ് സഭാ പ്രസിഡന്റ് MS വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി EN രാധാകൃഷ്ണൻ, ട്രഷറർ OM ദിനമണി, സ്കൂൾ മാനേജർ KD വിക്രമാദിത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തിൽ പ്രൊഫസർ VK സരസ്വതിയെ ആദരിച്ചു. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ മുൻ അധ്യാപികയും കവയത്രിയുമായ MU ഗിരിജ പ്രൊഫസർ സരസ്വതിയെ പൊന്നാട അണിയിച്ചു. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ KS കിരൺ, ശ്രീനാരായണ വായനശാല സെക്രട്ടറി MM പ്രതാപൻ, ചന്ദ്രാപിന്നി ആർട്ട് ഓഫ് ലിവിംഗ് പ്രസിഡന്റ് ജയപ്രകാശ് കുറ്റിയിൽ, SN യുവജന കലാസമിതി കൺവീനർ ആനന്ദബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തിന് വേറിട്ട കാഴ്ചയൊരുക്കി താന്യം ശ്രീരാമൻചിറ പാടശേഖരം. 5000-ഓളം ചെണ്ടുമല്ലി ചെടികളിൽ വിടർന്ന ചെണ്ടുമല്ലി വസന്തമാണ് മനോഹര കാഴ്ചയാകുന്നത്. നയനമനോഹരമായ കാഴ്ചകൾക്കപ്പുറം പച്ച പണിഞ്ഞു നിൽക്കുന്ന നെല്ലിനെ കീടങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള തന്ത്രപരമായ പ്രതിരോധം കൂടിയാണ് പാടത്തിനു ചുറ്റും വിടർന്നു നിൽക്കുന്ന ചെണ്ടുമല്ലി ചെടികൾ. ഇത് കാണാനും ഫോട്ടോ എടുക്കാനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പാടശേഖര സമിതി. നെൽപ്പാടത്തിനോട് ചേർന്ന് പൂക്കൃഷി ചെയ്തതുമൂലം നെല്ലിൽ കീടബാധയുണ്ടായില്ലെന്നും അതിനാൽ കീടനാശിനി പ്രയോഗം വേണ്ടി വന്നില്ലെന്നും പാടശേഖര സമിതി പ്രസിഡന്റ് VV സുനിൽ, സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ എന്നിവർ പറഞ്ഞു. പൂവും നെല്ലും കൂടി ഒരുമിച്ചുള്ളൊരു പൂപ്പാടെന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ അത്ര മനോഹരമായിട്ട് നെല്ലും പൂവും ഞങ്ങൾ വളരെ ഭംഗിയായി ഞങ്ങളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇതിലൊരു 4500 ചെണ്ടുമല്ലി തൈ മഞ്ഞയും ഓറഞ്ചും കളറും വെച്ചിട്ടുണ്ട്. അതുമാതിരി നെല്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നെല്ല് ഇപ്രാവശ്യം RSTP സ്കീമിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ARS മണ്ണത്തിയുമായി സഹകരിച്ച് RSTPക്ക് വേണ്ടിയിട്ട് കേരള സംസ്ഥാന സീഡ് അതോറിറ്റിക്ക് വേണ്ടിയാണ് ഇവിടെ ഇപ്രാവശ്യം നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്. ജ്യോതി നെല്ലാണ്. അപ്പോൾ നെല്ലിലെ കീടങ്ങളെ കൂടി അകറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഇത് എല്ലാ ബണ്ടുമിൽ ഇത് വെച്ച്. ചരിത്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ യൂണിറ്റ് രൂപീകരണവും ആദരണവും നടന്നു. ആമ്പല്ലൂരിൽ നടന്ന ആദരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് സുനിൽ കിടങ്ങൂർ അധ്യക്ഷത വഹിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, ഫസ്റ്റ് താലൂക്ക് യൂണിറ്റ് ഭാരവാഹികളായ PD ജോസ്, MK സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. TCV പുതുക്കാട് ബ്യൂറോ റിപ്പോർട്ടർ സരീഷ് വരന്തരപ്പള്ളി, അംല രാജീവ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, PD ജേക്കബ് തുടങ്ങിയവരെ ആദരിച്ചു. പെരിങ്ങോട്ടുകര സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ഡോക്ടർ ജോൺ മൂലന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പഴുവിൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. ഫാദർ തോമസ് വടക്കേത്തല, ഫാദർ അജിൽ മാങ്ങൻ, ഫാദർ ചെറിയാൻ, സിസ്റ്റർ ഷെർലി തട്ടിൽ, ജനറൽ കൺവീനർ വർഗീസ് മാങ്ങൻ തുടങ്ങിയവർ സംസാരിച്ചു. കളിയും ചിരിയും കലാകായിക പ്രകടനങ്ങളുമായി ഹൃദയത്തെ സന്തോഷിപ്പിക്കാനും സംരക്ഷിക്കാനും തിരക്കേറുന്നു. പൊയ്യ പഞ്ചായത്തിലെ മടത്തുംപടിയിലാണ് ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിന് വ്യായാമ മുറകളുമായി കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഉപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും സഹായമില്ലാതെ കലാകായിക പ്രകടനങ്ങളോടെ ഹൃദയത്തെ ആരോഗ്യമുള്ളതാക്കാമെന്ന ആശയത്തിലാണ് തിരുത്തിപ്പുറം സ്വദേശി KF പ്രിൻസ് മടത്തുപടിയിലെത്തിയത്. 3 മാസം മുൻപ് കേന്ദ്രം ആരംഭിച്ചപ്പോൾ ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും നിരവധി പേരാണ് ഇവിടെ എത്തിയത്. പലരും നടത്തം ഒഴിവാക്കി പ്രിൻസിന്റെ സെന്ററിലെത്തി. ജീവിതശൈലി രോഗങ്ങൾ 3 മാസത്തിനുള്ളിൽ ഒഴിവാക്കിയ സന്തോഷത്തിലാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ. ഉദ്യോഗസ്ഥരായ നിരവധി പേരാണ് ഹൃദയാരോഗ്യത്തിനായി എത്തുന്നത്. ഞാനിവിടെ മാക്സ്ബേണിൽ കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ ഷുഗർ നല്ല രീതിയിലുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്നതാണ്. പക്ഷേ ഷുഗർ എന്ത് ചെയ്ത് കുറയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞാൻ ഇവിടെ വരുന്നത്. ഇത് നിരന്തരം ഞാൻ ഓടാനൊക്കെ പോകാറുണ്ട്. രാവിലെ നടക്കാൻ പോയിരുന്ന ആളാണ്. പക്ഷെ എന്നിട്ടും അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഈ മറ്റേ ഓട്ടം അതുപോലെ തന്നെ കാർഡിയാക്ക് ചെയ്തപ്പോൾ എൻ്റെ ഷുഗറിൽ വലിയൊരു മാറ്റം വന്നു.
എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായത്, അതായത് നമുക്കിപ്പോൾ ഈ കൊളസ്ട്രോൾ കുറയ്ക്കാനായാലും നമ്മുടെ കാർഡിയോൻ്റെ എക്സർസൈസ് ആയാലും പിന്നെ ഷുഗറുള്ള ആൾക്കാർക്കായാലും ഇതെല്ലാം കുറയ്ക്കാനായിട്ട് നല്ലൊരു എക്സർസൈസാണ് ഇവിടെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ നല്ല ഒരു 68 കിലോ വെയിറ്റ് ഉണ്ടായ വ്യക്തിയാണ്. പക്ഷെ എനിക്കിവിടെ വന്നതിന് ശേഷം എൻ്റെ വെയിറ്റ് 62 കിലോ ആയിട്ട് കുറയ്ക്കാൻ പറ്റി. വെളുപ്പിന് 4:30 തുടങ്ങുന്ന ബാച്ച് തിരിച്ചുള്ള വ്യായാമങ്ങൾ രാത്രി 8:30 വരെ നീണ്ടുനിൽക്കും. സൂംബ ഉൾപ്പെടെയുള്ള കലാകായിക വിനോദങ്ങളാണ് വ്യായാമ മുറകളായി മാറ്റിയിട്ടുള്ളത്. കൂടാതെ ഓട്ടം, ചാട്ടം, ഇഴയൽ, സൈക്ലിംഗ് ഉൾപ്പെടെയുള്ളവയാണ് വ്യായാമത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവയെല്ലാം ഗ്രൂപ്പായി ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വ്യായാമത്തിന് സ്ത്രീകളാണ് കൂടുതലും എത്തുന്നത്. ശരീരഭാരം കുറയുന്നതിനോടൊപ്പം കൂട്ടായ്മയുണ്ടാക്കുന്ന സന്തോഷവും ഏറെയാണ്. നമുക്കിതൊക്കെ രോഗങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് വളരെ സഹായവും ഉപയോഗപ്രദവുമായ രീതിയിലുള്ള ഒരു രീതിയാണ് ഇവിടെ അവലംബിച്ചു വരുന്നത്. മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ സൂംബയാണ് ഇവിടുത്തെ മെയിൻ. സൂംബയും കാർഡിയോ എക്സസൈസും മെഷീൻസ് ഒന്നുമില്ലാതെ തികച്ചും ശാരീരികമായിട്ടുള്ള ഒരു അധ്വാനത്തിലൂടെ എങ്ങനെ ജീവിതശൈലി രോഗങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതിനുള്ള ഒരു ഇതാണ് ഇവിടെ നടത്തി വരുന്നത്. വേറിട്ട ശൈലി ആയതിനാൽ നിരവധി പേരാണ് ഇത്തരത്തിലുള്ള വ്യായാമത്തെ സ്വീകരിക്കുന്നത്. പ്രതിമാസം 300 രൂപ മാത്രമാണ് ചെലവുള്ളത്. ആവശ്യക്കാർ ഏറിയതോടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ആലോചനയുണ്ട്. ഇത്തരം വ്യായാമത്തിന്റെ കോഴ്സ് പാസ്സായ പ്രിൻസ് ഏറെ ആശങ്കകളോടെ തുടങ്ങിയ മാക്സ് ബേൺ സ്റ്റുഡിയോ കാർഡിയോ കോർണർ ഇപ്പോൾ 54 പേരുടെ കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ്. TCV ന്യൂസ്, മാള. സെർവൻസ് ഓഫ് ഗോഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓണാഘോഷം തൃശൂർ ജനറൽ ആശുപത്രിയിൽ മേയർ M.K. വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് N.K. ജോസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, കൽദായ സുറിയാനി മെത്രാപ്പോലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ്, ഫാദർ തോമസ് കാരശ്ശേരി, ഫാദർ ഫ്രാൻസിസ്, സിസ്റ്റർ ലിസ്മി, കൗൺസിലർമാരായ ലീല വർഗീസ്, സിന്ധു ആൻഡോ ചാക്കോള തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ നിർധനരായ രോഗികൾക്ക് വീൽ ചെയറുകൾ, കട്ടിൽ തുടങ്ങിയ ഉപകരണങ്ങളും ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച അമ്പലപ്പാറ മലപ്പുറം മലമുക്ക് റോഡ് നാടിന് സമർപ്പിച്ചു. MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്പലപ്പാറ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ T. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സൗദ സലീം, P. സ്മിത, P. അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. MLAയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ടിൽ നിന്നും 22.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. ഏനാമക്കൽ പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിൽ ഓണം ആഘോഷിച്ചു. CLCയുടെയും KCYMന്റെയും നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. മെഗാ തിരുവാതിരക്കളി, പൂക്കള മത്സരം, വടംവലി, കസേരകളി തുടങ്ങിയവ നടന്നു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കുന്നംകുളത്തെ സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയൻ നിർധനരായ നിരവധി പേർക്ക് ധനസഹായം വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപ് ചികിത്സാ ധനസഹായ വിതരണം നടത്തി. സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയൻ കൺവീനർ KA സോമൻ അധ്യക്ഷത വഹിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9795 രൂപ, പവന് 78,360 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം.
ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നോണം ആഘോഷിച്ച് മലയാളികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. നാടും നഗരവും ഓണാഘോഷത്തിമിർപ്പ്. മറ്റത്തൂരിൽ ഇക്കുറി പച്ചക്കറി ഉൽപാദനത്തിൽ വൻഇടിവ്. തുടർച്ചയായ മഴ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചതും കർഷകർ ഇത്തവണ കൃഷിയിൽ നിന്ന് വിട്ടുനിന്നതുമാണ് പച്ചക്കറി ഉൽപാദനത്തിന്റെ ഇടിവിന് കാരണം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്നദാനവും നബിദിന ഘോഷയാത്രകളും നടന്നു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് DIG ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക കൊലച്ചോർ സമരം നടത്തി യൂത്ത് കോൺഗ്രസ്. മർദ്ദിച്ച പോലീസുകാർ കാക്കി ധരിച്ച് വീടിന് പുറത്തിറങ്ങില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് DGP. കോടശ്ശേരി മാരാങ്കോടുള്ള വനംവകുപ്പ് ഭൂമിയിൽ കുടിൽകെട്ടി താമസം തുടങ്ങി. മലക്കപ്പാറ വീരാൻകുടി ഉന്നതിയിൽ നിന്നുള്ള 7 ആദിവാസി കുടുംബങ്ങളാണ് താമസം തുടങ്ങിയത്. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ BJP പ്രവർത്തകർ പട്ടിണി സമരം നടത്തി. ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. പാവർട്ടി പഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനിലുള്ള ദുർഗന്ധം മൂലം ആളുകൾ ദുരിതത്തിൽ. പഞ്ചായത്തിലും ആരോഗ്യ വകുപ്പിലും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന ആക്ഷേപം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.